കുട്ടികളുടെ ജന്മദിനം അഥവാ ബർത്ത്ഡേ മുസ്ലിം സമുദായത്തിൽ ഇന്ന് വ്യാപകമായി ആഘോഷിക്കുന്നതായി കാണുന്നു. എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക വിധി? ഇസ്ലാമിൽ ശറഅക്കപ്പെട്ട 2 ആഘോഷ ദിവസങ്ങളേ ഉള്ളൂ. അത് ചെറിയ പെരുന്നാളും ബലി പെരുന്നാളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നപ്പോൾ മദീനക്കാരായ ആളുകൾ ചിരിച്ചും കളിച്ചുമൊക്കെ ആഘോഷിക്കുന്ന 2 ആഘോഷ ദിവസങ്ങൾ കണ്ടു. അപ്പോൾ സഹാബികൾക്കും തോന്നി ഇങ്ങനെയൊക്കെ ആഘോഷങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അത് റസൂല് വായിച്ചെടുത്തു അവരുടെ മുഖത്ത് നിന്ന്. എന്നിട്ട് റസൂല് പറഞ്ഞു, ഖദ് അബ്ദലക്കുമുല്ലാഹു തആല ബിഹിമ ഖൈറ മിൻഹുമ ഈദുൽ ഫിത്രി വൽ അദ്ഹ. ഈ 2 ദിവസങ്ങൾക്ക് പകരമായി അത് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയുമാണ്. അത് തന്നെ ഇസ്ലാമിലെ സുപ്രധാനമായ കാര്യഗൗരവമായ കുറച്ചൊക്കെ ശാരീരിക ക്ഷമത ആവശ്യമുള്ള 2 പ്രധാന ഇബാദത്തുകളുടെ സമാപ്തിയിലാണ് 2 ആഘോഷങ്ങൾ, നോമ്പിൻ്റെയും അതേപോലെ തന്നെ ഹജ്ജിൻ്റെയും. ഇതല്ലാത്ത മറ്റൊരു ആഘോഷം ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ ജന്മദിനം ആഘോഷിക്കുക എന്നത് ഇസ്ലാമികമല്ല. ന്യൂ ഇയർ ആഘോഷം ഇസ്ലാമിലില്ല. ഫെബ്രുവരി 14 വാലന്റൈൻ ഡേ അത് ഇസ്ലാമിലില്ല. മാതൃദിനം, പിതൃദിനം എന്ന് പറയുന്ന ദിനങ്ങളൊന്നും ഇസ്ലാമിൽ ആഘോഷിക്കപ്പെടേണ്ടതല്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ ഒരു അതിപ്രസരം ഉണ്ടായപ്പോൾ ഇതര സമൂഹങ്ങളിൽ ജന്മദിനം ഒരു ആഘോഷമാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഹോദരങ്ങളിലൊക്കെ ന്യൂ ഇയറും അതേപോലെ തന്നെ ഈ വാലന്റൈൻസ് ഡേ, പിന്നെ ജന്മദിനം, ഇതൊക്കെ വലിയ ആഘോഷ ദിവസങ്ങളാണ്. അവിടെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ അധികൃതർ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതിൻ്റെ ഫലമായി കുട്ടികൾക്ക് രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നവരോ ക്ലാസ്സിലെ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി മിഠായികളൊക്കെ കൊടുക്കും. അങ്ങനെ ആ മിഠായി ക്ലാസ്സിലെ മറ്റു കുട്ടികളൊക്കെ വാങ്ങി കഴിക്കുമ്പം അവരെന്ത് ചെയ്യും? അവരുടെ ജന്മദിനം പിതാക്കളോട് അന്ന് ഇതേപോലെ തന്നെ സ്വീറ്റ്സോ മറ്റൊക്കെ വാങ്ങാൻ വേണ്ടി നിർബന്ധിക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു? സ്കൂളുകളിൽ ഇത് വ്യാപകമാവാൻ. ഒരു ക്ലാസ്സിൽ 50 കുട്ടി ഉണ്ടെങ്കിൽ അതിലിപ്പോൾ ചില കുട്ടികളുടേതൊക്കെ വീക്കെൻഡിലോ അല്ലെങ്കിൽ ഹോളിഡേയ്സിലോ ആണെങ്കിൽ ഭൂരിഭാഗം കുട്ടികളുടേതും വർക്കിംഗ് ഡേയ്സിലായിരിക്കും. ആ കുട്ടികളുടെ ജന്മദിനം എന്ത് ചെയ്യും? ആഘോഷിക്കപ്പെടും. ഇത് അടുത്ത വർഷവും ഇതേപോലെ തന്നെ അത് വീണ്ടും ആവർത്തിക്കപ്പെടും. അപ്പം അങ്ങനെ ഇത് നിരന്തരം ഇങ്ങനെ സ്കൂളുകളിൽ ജന്മദിനം ആഘോഷിക്കപ്പെടുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യണമെന്നറിയോ? കുട്ടികളിപ്പോൾ വേറെന്തെങ്കിലും ഒരു അനിസ്ലാമികമായ തെറ്റ് വേറൊരു കുട്ടി ചെയ്യുന്നത് കണ്ടാൽ നമ്മളെ കുട്ടികളോട് നമ്മൾ ചെയ്യണമെന്ന് പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ കാര്യങ്ങൾ ഒരു പക്ഷേ KG ക്ലാസ്സിലോ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിക്ക് അത് പറഞ്ഞാൽ ബോധ്യപ്പെടില്ല. പക്ഷേ പറഞ്ഞ് ബോധ്യപ്പെടാവുന്നൊരു പ്രായമുണ്ട്. ആ പ്രായം എന്ന് പറഞ്ഞാൽ 7ൻ്റെയും 10ൻ്റെയും ഇടയിലാണ്. റസൂലിൻ്റെ ഹദീസുകളുണ്ട് ആ വിഷയകമായി. അപ്പോൾ ആ പ്രായത്തിലാണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൻ്റെ ആദ്യ കടമ്പ എന്ന് പറയുന്നത് കുട്ടിക്ക് 7 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. അതിന് മുമ്പ് പറഞ്ഞാലും ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നവരെ മനസ്സിലാക്കും. പക്ഷേ 7 വയസ്സ് കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് കാര്യങ്ങൾ ബോധ്യമാവും. ആ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ കൃത്യമായി എന്ത് ചെയ്യുക? കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഇത് നമുക്ക് പറ്റിയതല്ല എന്നുള്ളത് എന്ത് ചെയ്യുക? കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. കാരണം കുട്ടികൾ മറ്റു വല്ല തെറ്റാണ് ചെയ്യണതെങ്കിൽ നമ്മൾ കുട്ടികളെ അതിന് പ്രോത്സാഹിപ്പിക്കില്ലല്ലോ, പിന്തിരിപ്പിക്കൂലേ? എന്ന പോലെ തന്നെ ഈ കാര്യവും ഈ ആഘോഷം. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ ഒരു ഇസ്ലാമിക പാരമ്പര്യമുണ്ട് കേട്ടോ, അത് പറയാൻ സമയമില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ജനന മരണ ആഘോഷങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന ആളുകൾ ഷിയാക്കളാണ്. ഹിജ്റ 61 മുഹറം 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ ഇബ്നു അലി കർബല യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനോടനുബന്ധിച്ച് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഇവരുടെ ആരൊക്കെ നേതാക്കന്മാർ മരിച്ചിട്ടുണ്ടോ അവരുടെ മരണ ചരമദിനം മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നീട് വന്ന ഫാത്തിമിയാക്കളും കറാമിത്തകളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആഘോഷ ദിവസങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് മരിച്ചു പോയ അലി ബിൻ അബി താലിബിൻ്റെയും ഫാത്തിമ ബീവിയുടെയും ഒക്കെ ജന്മദിനം, ഹസൻ റളിയല്ലാഹുവിൻ്റെയൊക്കെ ജന്മദിനവും ചരമദിനവും അവരെന്ത് ചെയ്തിട്ടുണ്ട്? ആഘോഷ ദിവസമാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഒരു ഇസ്ലാമിക ആഘോഷമാക്കി മാറ്റിയത് ഈജിപ്തിലെ ഫാത്തിമിയാക്കളാണ്.
അതൊക്കെ അതിന് ചരിത്രമായ പശ്ചാത്തലമുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളാണ് അതിന് ഈ നിലക്ക് ആഘോഷങ്ങൾ, ജന്മദിന ആഘോഷങ്ങൾ ഒരു സാമൂഹിക ആഘോഷവും ആരാധനയുടെ ഭാഗവുമാക്കി മാറ്റിയതിൽ മുസ്ലിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളല്ല, ഷിയാക്കളാണ്. പക്ഷെ ഷിയാക്കളാണിത് നടപ്പിലാക്കിയതെന്ന് അറിയാതെ അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകളും എന്ത് ചെയ്തു, പിന്നീട് ഇത് കടമെടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവും അതേപോലെ ബദ്രീങ്ങളുടെ ദിനവും ഒക്കെ വലിയ ആഘോഷമായി കൊണ്ടാടപ്പെടാറുള്ളത്. ഏതായാലും ഇസ്ലാമിൽ മശ്റൂ ആയ ശറആക്കപ്പെട്ട ഒരു ഇബാദത്തോ ഒരു ആഘോഷമോ അല്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, വിട്ടു നിൽക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്ന് എന്ത് ചെയ്യേണ്ടതാണ്, വിട്ടു നിൽക്കാൻ നമ്മൾ പ്രേരിപ്പിക്കേണ്ടതുമാണ്.